5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം സാർ. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നിയമസഭാ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ KR ഗൗരിയമ്മ, അതുപോലെ തന്നെ EK നയനാർ, അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള വളരെ ദീർഘകാലം MLAയും മന്ത്രിയുമൊക്കെ ആയിരുന്ന ഒരു സംഘത്തിനോടൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ആഭ്യന്തരമന്ത്രിയായി തുടങ്ങി, 36 വയസ്സിൽ തുടങ്ങി കഴിഞ്ഞ 45 വർഷമായി നിയമസഭയിൽ പ്രവർത്തിക്കുകയും പ്രമുഖനായി അറിയപ്പെടുന്ന ഗാന്ധിയൻ മേഖലയിലുള്ള പ്രായോഗിക പ്രവർത്തനമൊക്കെ നടത്തിവെച്ചിരുന്ന തൊടുപുഴയുടെ വികസന നായകൻ കൂടിയായിട്ടുള്ള PJ ജോസഫ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിന് നമസ്കാരം. സാർ, ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താണ് സാർ ഒരു പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ, വളരെ സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ സാറ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലാണ്. ഇതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് പുതുപ്പള്ളിയാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും അതൊക്കെ നിലവിലുള്ള സീറ്റുകൾ ജയിച്ചു എന്നുള്ളത്. ഇത് കഴിഞ്ഞ തവണ LDF ജയിച്ചൊരു സീറ്റ് തിരിച്ചു പിടിക്കുകയാണ്. 2 പ്രാവശ്യം ജയിച്ച മണ്ഡലം. അതെ, തിരിച്ചു പിടിക്കുകയാണ് ഇത്. അതായത് 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും, അതിൽ 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷം തരും. മുനിസിപ്പാലിറ്റി 4000 ഇപ്പം LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെ 4000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ്. 2026 തെരഞ്ഞെടുപ്പിനുള്ള ഒരു സൂചികയായി അതിനെ കണക്കാക്കാം. അൻവറിൻ്റെ ഒരു രാഷ്ട്രീയമായി അദ്ദേഹം എടുക്കണോ വേണ്ടെന്നൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് അൻവർ അയഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയായിരിക്കും അദ്ദേഹം ഒരു കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ? തെരഞ്ഞെടുപ്പിൽ അൻവറിനെ കൂടാതെ ജയിച്ചുകൊണ്ടാണ് UDF ഇത്രയും തിളക്കമാർന്ന ഒരു വിജയം ഉണ്ടായത്. ഒരു തത്വാധിഷ്ഠിതം പോലെയൊക്കെ തോന്നി ആളുകൾക്ക്, ബഹളമായിട്ട് വന്നിട്ടും വേണ്ടാന്നൊക്കെ പറഞ്ഞത്. മറ്റേത് UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അൻവറിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിച്ച് തുടങ്ങാവുന്നതാണ്, വരാവുന്നതാണ്. ഈ 2026 തെരഞ്ഞെടുപ്പിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇവിടെ UDF ഒറ്റക്കെട്ടായെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഇവിടെ ഇപ്പോൾ നിലമ്പൂരിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒറ്റക്കെട്ടായെന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും UDFന് വൻപിച്ചൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് അതിന് പറയുന്നത്. ഇതിനിടയിൽ ഒരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് കറങ്ങുന്നത്. കേരള കോൺഗ്രസ് UDFിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഒരു കാര്യവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. സാറ് ഇപ്പോൾ സാറിന് ജൂൺ 28 സാറിന് വീണ്ടും ജന്മനാൾ വരുന്നു. അപ്പോൾ സാറിൻ്റെ തൊടുപുഴയിലുള്ള ഒരു സ്വപ്നം എന്താണ്? സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, വികസന വകുപ്പുകളിലൊക്കെ ഇരുന്ന് സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. തൊടുപുഴയിലെ ഈ ടെക്നോ പാർക്കിൻ്റെ മോഡൽ ഒരു വിവിധോദ്ദേശ വികസന പാർക്ക് അവിടെ ഉണ്ടാക്കണമെന്നുണ്ട്. മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗമായി 6ൻ്റെ തീരത്ത് ഒരു 1000 ഏക്കറിൽ ചെയ്യണമെന്നാണ്. അതൊരു പോണിയാത്ത സ്വപ്നമായി നിൽക്കുന്നു. ലാസ്റ്റിലൊരു ചോദ്യം ചോദിച്ചാൽ, സാറ് ആഭ്യന്തര വകുപ്പ്, റവന്യൂ വകുപ്പ്, ഭവന നിർമ്മാണം, ജലസേചന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഇങ്ങനെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറയുന്നതൊരു അധികമാകുമോ എന്നറിയില്ല. കേരള കോൺഗ്രസ് പോലെ പാർട്ടിയല്ല, കോൺഗ്രസ് പോലെ പാർട്ടി ആയിരുന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിട്ട് പോലും ഇരിക്കാവുന്ന അത്രയും വകുപ്പുകൾ ഒരുപാട് കൈകാര്യം ചെയ്യും. ഞാൻ പറഞ്ഞ അനുഭവ സമ്പത്ത് കൊണ്ടാണ്, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞത്. സാറ് ചെയ്തിട്ടുള്ള 5 സാറിന് എന്നും ഹോൾഡ് ചെയ്യുന്ന, അതായത് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനിത് ചെയ്തു എന്ന് അഭിമാനപൂർവ്വം സാറിന് ഹോൾഡ് ചെയ്യുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമല്ലോ സ്നേഹപൂർവ്വം 5 കാര്യങ്ങൾ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നടപ്പാക്കി. അത് നിഷ്പക്ഷമായി. റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പരമാവധി സഹായം കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുക്കാനും
മൈത്രി ഭവന പദ്ധതി എന്തോ അല്ല, അത് പിന്നീട് വന്നതാണ്. അത് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിട്ട് 82-ലും 96-ലും നിർവഹിച്ചു. അപ്പം ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി വലിയ തോതിൽ നടപ്പാക്കി ഏറ്റെടുത്തത് എനിക്ക് ഏറ്റവും പിന്നെ ഒരു നിർമ്മിതി കേന്ദ്രം തുടങ്ങുന്നതിൽ സാറിന് വലിയൊരു പങ്ക്. അനന്തബോസിനെ വെച്ചിട്ട് ഇന്നത്തെ ഗവർണർ ആയിട്ടിരിക്കുന്ന ബംഗാൾ ഗവൺമെൻറ് അദ്ദേഹം കളക്ടറായിട്ട് നിർമ്മിതി കേന്ദ്രം ഞാൻ തന്നെ പിന്നെ ഇവിടെ റൂർക്കിയിൽ പോയി അവിടെയുള്ള ഒരു മോഡൽ നിർമ്മിച്ച ചിലവ് കുറഞ്ഞ നിർമ്മാണ പദ്ധതികൾ ഉണ്ടാക്കുക. അപ്പോൾ ചിലവ് കുറഞ്ഞ വീടുകൾ പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കാൻ ആ 96 കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും 82 പിന്നെ 87-ൽ 1 ലക്ഷം വീട് തീർത്തു. പിന്നീട് 4 ലക്ഷം വീടുകൾ തീർത്ത് കൊടുക്കാൻ കഴിയും. അതൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യം. +2 അന്ന് നാട്ടിൻപുറത്തുള്ള കുട്ടികൾക്ക് ദൂരെ പോയാൽ പഠിക്കാൻ കഴിയുള്ളൂ, പ്രീ ഡിഗ്രിയൊക്കെ. പക്ഷേ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അത് അതിനേറ്റവും പ്രധാനപ്പെട്ട തോന്നുന്നത് ഡീലിങ്കിങ് ഓഫ് പ്രീ ഡിഗ്രി ഇൻഡു സ്കൂൾസ് സ്കൂൾസ് ഇൻ്റഗ്രേറ്റഡ് അതങ്ങനെ നടപ്പായി. അതുകൊണ്ട് 1 ലക്ഷം സീറ്റ് ഈ കോളേജസിലുണ്ടായിരുന്നതുകൊണ്ട് 4 ലക്ഷത്തോളം സീറ്റാക്കി വർദ്ധിപ്പിക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു ചവിട്ടുപടിയായി അതിനെ കണക്കാക്കാം. പിന്നെ സ്വാശ്രയ കോളേജ് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും ധാരാളം. അതിൽ ഈ ഇടയ്ക്ക് ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഒരു പുസ്തകമൊക്കെ വന്നിരുന്നു. അതേപടി ഒന്നും പറയാൻ പറ്റില്ല. അതെ എങ്കിലും അത് LDFനെ കൊണ്ട് അംഗീകരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നയപരമായി വന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലായാലും അത് അംഗീകരിച്ചെടുത്തു എന്നുള്ളതാണ്. പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ഇപ്പോൾ സാർ BMBC മോഡൽ. അത് പിന്നെ സ്ട്രാറ്റജിക് ഓപ്ഷൻ സ്റ്റഡി നടത്തി ലോക ബാങ്കിന് ഒരു പദ്ധതി സമർപ്പിച്ച് അതിന് അംഗീകാരം മേടിച്ചു. അതങ്ങനെയാണ് ഈ KSTP എല്ലാം വന്നത്. അപ്പോൾ ആ റോഡുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. പൈപ്പ് പോളിസി അത് ജലവിഭവ വന്നിരുന്നപ്പം ഈ പൈപ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി നോക്കാൻ ഗുണനിലവാരമുള്ള പൈപ്പ് വാങ്ങാവുന്നുള്ള ഒരു പൈപ്പ് പോളിസി ഉണ്ടായി. കാര്യങ്ങൾ മുഴുവൻ അറിയാമല്ലോ. ലാസ്റ്റ് ചോദ്യം സാർ, ലാസ്റ്റ് ചോദ്യം. ഞാൻ സാറിൻ്റെ വീട്ടിൽ പലവട്ടം വന്നിട്ടുള്ള പുറപ്പഴ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു അത്ഭുതം, ഈ ഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത്? അപ്പോൾ അതിനെന്തോ ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാനുണ്ടല്ലോ പുതിയ തലമുറയ്ക്ക്. സാർ ഗാന്ധിയൻ രീതിയിലൊക്കെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് സാറിനൊരു സന്ദേശം ഉണ്ട് ജീവിതം കൊണ്ട്. ലാസ്റ്റ് ചോദ്യം സാർ, എന്താണ് സാറിന് പുതിയ തലമുറ, പുതിയ രാഷ്ട്രീയക്കാരോടാവട്ടെ, ബഹളക്കാരാണല്ലോ എല്ലാവരും, സോഷ്യൽ മീഡിയ ബഹളമാണ്, ആ കാലത്ത് സാറിൻ്റെ ഒരു സന്ദേശം? ഞാൻ സമഗ്ര വികസനം എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമേ കൊണ്ടുവന്നത് ഞാനാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള വികസനമാണ് സമഗ്ര വികസനം. സമഗ്ര വികസനം മുദ്രാവാക്യമായി സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം തന്നെ നടത്തി. അതെ കറക്റ്റ്. അപ്പോൾ സാർ പിന്നെ ഗുരുവായൂരിൽ എന്തോ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. പിന്നെ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. വലിയൊരു എക്സ്പ്രസ് ഹൈവേ നടപ്പായില്ല. അതെ. പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും വലിയ റോഡെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഹൈ സ്പീഡ് റെയിൽ, ഓക്കെ, അത് ബോംബെ ടു കന്യാകുമാരി, അതിപ്പോഴും നടപ്പാക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. അതിപ്പോൾ ഈ ഇവിടെ പറയുന്ന ഈ സിൽവർ ലൈനൊന്നും കേരളയിലൊന്നും അല്ല. അത് കാശ്മീർ ടു കന്യാകുമാരി ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. ഓക്കെ. അതിൻ്റെ ആദ്യപടിയായി മുംബൈ ടു കന്യാകുമാരി ഞാൻ യാത്ര നടത്തി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സാർ. വരുന്ന വകുപ്പുകളിലൊക്കെ ഈ പറഞ്ഞ വ്യത്യസ്തമായ ഒരു ചാർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കൂടെ അറിയട്ടെ എന്നുള്ളത് ഇപ്പോഴും ഇടയ്ക്ക് നമ്മൾ ഓർക്കുന്നതിന് സന്തോഷം. അതെ വലിയ സന്തോഷം. അപ്പോൾ താങ്ക് യു സാർ. ശരി.